بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المرسلين وعلى كل വസ്സഹാബത്തി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 7ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിലെ 3ാമത്തെ പാഠമാണ് ഇന്ന് പറയാൻ പോകുന്നത്. പുതിയൊരു വിഷയമാണ്. നമുക്ക് ആദ്യം പാഠത്തിൻ്റെ അർത്ഥം എന്ന് പറയാം. പാഠത്തിൻ്റെ പേര് അല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. അല്ലാഹു സൃഷ്ടാക്കൾ വെച്ച് ഏറ്റവും ഉന്നതനാണെന്ന്. ഇനി നോക്കൂ, ഷാക്കിറുൻ ദാരിസുൻ ഫി റൗളത്തിൽ അത്ഫാൽ. ഷാക്കിറാകുന്നത് ദാരിസുൻ പഠിക്കുന്നവനാണ്, ഫി റൗളത്തിൽ അത്ഫാൽ നഴ്സറിയിൽ പഠിക്കുന്നവനാണ്. വ ഷമീലത്തു ഉഖ്തു ഷാക്കിരിൻ, ഷമീല ഷാക്കിറിൻ്റെ സഹോദരിയാണ്. ദാത്ത മസായിൻ, ഒരു വൈകുന്നേരം, ഖറജ രണ്ടുപേരും പുറപ്പെട്ടു, ഇലാ സാഹിലിൽ ബഹരി കടൽ തീരത്തേക്ക്, മഅ വാലിദൈഹിമ രണ്ടാളുടെയും മാതാപിതാക്കളോട് കൂടെ. ഫഅഅജബഹും, അപ്പോൾ അവരെ അത്ഭുതപ്പെടുത്തി, ദാലിക്കൽ മൻളറുൽ ജമീൽ, ആ ഭംഗിയുള്ള കാഴ്ച അവരെ അത്ഭുതപ്പെടുത്തി. അൽ ബഹ്റു ഹായിജുൻ, കടൽ ഇളക മറിയുന്നതാണ്. വൽ ജൗവു, അന്തരീക്ഷം ബാരിദുൻ തണുത്തതാണ്. വൽ ഹവാ, വായു മുൻഇഷുൻ, ഉന്മേഷം നൽകുന്നതാണ്. വസ്സമാഉ, ആകാശം സാഫിയത്തുൻ, തെളിഞ്ഞതാണ്. വശംസു മുഹ്മറത്തുൻ, സൂര്യൻ ചുവന്നതാണ്. വസഫീനത്തു ജാരിയത്തുൻ, സഫീനത്തു കപ്പൽ, ജാരിയത്തുൻ സഞ്ചരിക്കുന്നതാണ്. വസ്സാഹിലു, തീരം, നദീഫുൻ വൃത്തിയുള്ളതാണ്. വന്നാസു, ജനങ്ങൾ കസീറും ധാരാളമുണ്ട്. വശുർത്തിയു, പോലീസുകാരൻ, മുറാഖിബുൻ നിരീക്ഷിക്കുന്നവനാണ്. ലിസുവാരി വത്തുജാരി, കച്ചവടക്കാരെയും സന്ദർശകരെയൊക്കെ നിരീക്ഷിക്കുന്നവനാണ്. ഫഖാല ഷാക്കിറുൻ ലി അബീഹി, അപ്പോൾ ഷാക്കിർ അവൻ്റെ ഉപ്പയോട് പറഞ്ഞു, മാഷാ അല്ലാഹ് മാ അജ്മല ഹാദൽ മൻളർ, എന്ത് ഭംഗിയുള്ള കാഴ്ച. ഫഖാൽ അബു, അപ്പോൾ ആ ഉപ്പ പറഞ്ഞു, തബഅൻ, തീർച്ചയായും, ഹാദിഹി കുല്ലുഹ, ഇതെല്ലാം ദലായിലു അലാ ഖുദ്റത്തില്ലാഹ്, അല്ലാഹു തആലയുടെ കഴിവിൻ്റെ മേൽ അറിയിക്കുന്നതാണ് ഇതെല്ലാം. ഫല്ലാഹു റബ്ബുൽ ആലമീൻ, അല്ലാഹു റബ്ബുൽ ആലമീൻ ലോകരക്ഷിതാവാണ്, ഇതിലൊക്കെ പരിപാലിക്കുന്നവനാണ് അല്ലാഹു. വഹുവ അഹ്സനുൽ ഖാലിഖീൻ, അവൻ സൃഷ്ടാക്കൾ വെച്ച് ഏറ്റവും ഉന്നതനാണ്. ഈ പാഠത്തിൽ കുറേ വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. പച്ച നിറത്തിലും നീല നിറത്തിലുമുള്ള വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. അത് എന്താണെന്ന് നമുക്ക് പഠിക്കാം. അടുത്ത പേജ് എല്ലാവരും മറിക്കേ. നുലാഹിലു അൽ ജദ്വല, ഈ പട്ടിക നമുക്ക് ശ്രദ്ധിക്കാം എന്നല്ലേ. ആ നമ്മളിതുവരെ വായിച്ച ഭാഗത്തുള്ള പച്ചയും നീലയും നിറത്തിലുള്ള വാക്കുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്തൊക്കെ? ഷാക്കിറുൻ ദാരിസുൻ, ഷാക്കിർ ദാരിസുൻ പഠിക്കുന്നവനാണ്. പിന്നെ ഷമീലത്തു ഉഖ്തുൻ, ഷമീല സഹോദരിയാണ്. അൽ ബഹ്റു ഹായിജുൻ, കടൽ ഇളകമറിയുന്നതാണ്. അസ്സഫീനത്തു ജാരിയത്തുൻ, കപ്പൽ സഞ്ചരിക്കുന്നതാണ്, ഒഴുകുന്നതാണ്. അസ്സാഹിലു, തീരം, നദീഫുൻ വൃത്തിയുള്ളതാണ്. അസ്സമാഉ സോഫിയത്തുൻ, ആകാശം തെളിഞ്ഞതാണ്. അഷുർത്തിയു, പോലീസുകാരൻ, മുറാഖിബുൻ നിരീക്ഷിക്കുന്നവനാണ്. അഷംസു മുഹ്മറത്തുൻ, സൂര്യൻ ചുവപ്പ് നിറത്തിലുള്ളതാണ്. ബഹ്സു അല്ലേ, ചർച്ചയാണ്. ഇതുവരെ വായിച്ച കാര്യങ്ങൾ എന്താണെന്ന് വിശദീകരിക്കണം ഈ ഭാഗത്ത്. നോക്കാം എന്താണ് പറയുന്നത്. അൽ അംസിലത്ത് ഫിൽ ജദ്വലി കുല്ലുഹ, പട്ടികയിൽ മുകളിൽ കൊടുത്ത പട്ടികയിലുള്ള ഉദാഹരണങ്ങൾ മുഴുവനും ജുംലത്തുൻ ഇസ്മിയത്തുൻ, ഇസ്മിയായ ജുംലയാണ്, നാമവാചകങ്ങളാണ്. എന്താ ഇസ്മിയായ ജുംല എന്നൊക്കെ ഒന്നാമത്തെ പാഠത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, അത് ശ്രദ്ധിക്കുക. അതായത് ഫിഅലിയ ജുംലയുണ്ട്, ഇസ്മിയ ജുംലയുണ്ട്. ഫിഅലിയ ജുംല എന്ന് പറഞ്ഞാൽ ഫിഅലായിരിക്കും അതിൻ്റെ ആദ്യത്തിലുണ്ടാകുക, ആ വാചകത്തിൻ്റെ തുടങ്ങുക ഫിഅൽ കൊണ്ടായിരിക്കും തുടങ്ങുക. ഇസ്മിയ ജുംലയാകുമ്പോൾ ആ വാചകം ഇസ്മ കൊണ്ടായിരിക്കും തുടങ്ങുക. അപ്പോൾ കുല്ലു ജുംലത്തുൻ മിൻഹ, അതിൽ നിന്നുള്ള എല്ലാ ജുംലകളും, ഇസ്മിയ ജുംലകളും എല്ലാ ജുംലകളും തതകവ്വനു മിൻ ഇസ്മൈനി, രണ്ട് ഇസ്മുകളാൽ രൂപപ്പെട്ടുണ്ടാകുന്നതാണ്, രണ്ട് ഇസ്മുകളായിരിക്കും ഉണ്ടാകുക. ഫൽ ഇസ്മുല്ലദി യുബ്തദഉ ബിഹി അൽ ജുംലത്തുൽ ഇസ്മിയ, അപ്പോൾ ഇസ്മിയ ജുംലയെ ഏതൊരു നാമം കൊണ്ടാണോ തുടങ്ങുന്നത് യുസമ്മ മുബ്തദൻ, അതിനേക്ക് മുബ്തദ എന്ന് പറയും. വൽ ഇസ്മുല്ലദി യുഖ്ബറു ബിഹി അൽ മുബ്തദി, മുബ്തദയെ തൊട്ട് പറയപ്പെടുന്ന ഇസ്മിനിക്ക് യുസമ്മ ഖബർ, അതിന് ഖബർ എന്നും പറയപ്പെടും. വ കുല്ലും മിനൽ മുബ്തദി വൽ ഖബരി മർഫൂൻ, മുബ്തദിയും ഖബറും എല്ലാം മർഫൂ ആയിരിക്കും, അഥവാ അതിൻ്റെ ഇഅ്റാബ് റഫ് ആയിരിക്കും എന്ന്. അതായത് ആ പട്ടിക നോക്ക് നിങ്ങൾ കണ്ടോ. അതെ, ഒന്നാമത്തെ ഷാക്കിറുൻ ദാരിസുൻ, ഷാക്കിർ പഠിക്കുന്നവനാണ്. അപ്പോൾ ഇത് തുടങ്ങിയത് ഏതാ? ഷാക്കിർ എന്നുകൊണ്ടാണ് അല്ലേ, എന്ന ഇസ്മാണ് ഇതിൻ്റെ തുടക്കത്തിൽ, അതാണ് ഇത് മുബ്തദ.
അതിനെ സംബന്ധിച്ച് അവനെക്കുറിച്ച് പറയുന്നത് എന്താ പറയുന്നത്, അവൻ പഠിക്കുന്നവനാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അവനെ തൊട്ട് ഖബറായിരിക്കും പറയുകയാണ്, മുബത്തദയെ തൊട്ട് പറയുകയാണ്. അപ്പോൾ ആ വാർത്ത പറയുമ്പോൾ അതിനെ സംബന്ധിച്ചാണ് എന്ത് പറയുന്നത്, ഖബർ എന്ന് പറയുന്നത്. ഇനി അടുത്ത നോക്കുകയാണ് അൽ ബഹ്റു ഹായിജുൻ, കടൽ ഇളകി മറിയുന്നതാണ്. അപ്പോൾ ഇവിടെ തുടങ്ങി ഇസ്മിയ ജുംലയുടെ തുടക്കത്തിൽ എന്താണ്, ഏത് ഇസ്മാണുള്ളത്, അൽ ബഹ്റു എന്ന ഇസ്മാണ്. അപ്പോൾ ഈ ബഹ്റു എന്നതാണ് ഇവിടെ മുബത്തദ. ഇനി ആ ബഹറിനെ കുറിച്ച്, ആ കടലിനെ കുറിച്ച് പറയുകയാണ്, ഹായിജുൻ എന്ത് ഇളകി മറിയുന്നതാണെന്ന്. അപ്പോൾ ഇവിടെ ഖബറത ഇതാണ്. ഇനി രണ്ടും മുബത്തദയും ഖബറും മർഫു ആയിരിക്കും, അഥവാ അതിൻ്റെ ഇറാബ് റഫ് ആയിരിക്കും എന്ന് പറഞ്ഞു. എന്താണ് റഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടയാളം എന്താ, ലൊമ്മ ആയിരിക്കും കേട്ടോ. അപ്പോൾ ബൽ ബഹ്റു എന്ന് തന്നെ വായിക്കണം, ഹായിജുൻ എന്ന് തന്നെ ലൊമ്മ കൊണ്ട് അവസാനത്തെ അക്ഷരത്തിലേക്ക് ലൊമ്മ കൊടുത്ത് ആണ് വായിക്കേണ്ടത്. ഇനി ബാക്കി നിങ്ങൾക്ക് നോക്കാം. ഈ താഴെ നോക്ക്, ആ കളിയിൽ അൽ മുബത്തദഉ അല്ലേ, ഇസ്മുൻ മർഫൂൻ ഫി അവലിൽ ജുംലത്തിൽ ഇസ്മിയ അല്ലേ. മുബത്തദ എന്ന് പറഞ്ഞാൽ ഇസ്മുൻ ഇസ്മാണ്, മർഫൂൻ റഫ് ചെയ്യപ്പെട്ടതായ ഇസ്മാണ്, ഫി അവലിൽ ജുംലത്തിൽ ഇസ്മിയ ഇസ്മിയായ ജുംലയുടെ ആദ്യത്തിൽ റഫ് ചെയ്യപ്പെട്ടതായുള്ള ഇസ്മിനിക്കാണ് മുബത്തദ എന്ന് പറയുന്നത്. ഖബർ എന്ന് പറഞ്ഞാൽ മാ യുഖ്ബറു ബിഹി അനിൽ മുബത്തദി, മുബത്തദയെ തൊട്ട് പറയപ്പെടുന്നതിനേക്കാണ് എന്ത് ഖബർ എന്ന് പറയുന്നത്. അൽ മുബത്തദു വൽ ഖബർ മർഫൂആൻ, മുബത്തദയും ഖബറും മർഫൂ ആണ്, അതിൻ്റെ ഇറാബ് എപ്പോഴും റഫ് ആയിരിക്കും എന്നാണ്. അപ്പോൾ ഈ പാഠത്തിൽ 3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് മുബത്തദ എന്താണെന്ന് പറഞ്ഞു, ഖബർ എന്താണെന്ന് പറഞ്ഞു, പിന്നെ അതിൻ്റെ ഇറാബ് എന്താണെന്നും പറഞ്ഞു. മുബത്തദ എന്ന് പറഞ്ഞാൽ ജുംല ഇസ്മിയായ ജുംലയുടെ ആദ്യത്തിൽ ഉള്ള റഫ് ചെയ്യപ്പെട്ടതായ ഇസ്മിക്കാണ് മുബത്തദ എന്ന് പറയുക. ഖബർ എന്ന് പറഞ്ഞാൽ ആ മുബത്തദയെ തൊട്ട് പറയപ്പെടുന്ന കാര്യത്തിനേക്കാണ് ഖബർ എന്ന് പറയുക. മൂന്നാമത്തെ കാര്യം, ആ മുബത്തദയ്ക്കും ഖബറിനും ഇറാബ് എപ്പോഴും റഫ് ആയിരിക്കും. റഫിൻ്റെ അടയാളം എന്താണ്, ലൊമ്മാണ്, അവസാനത്തെ അക്ഷരത്തിലേക്ക് ലൊമ്മ കൊടുത്തിട്ടാണ് വായിക്കേണ്ടത്. ഒന്നാമത്തെ പ്രവർത്തനം എന്താ നോക്കാം. നക്ഷിഫുൽ മുബത്തദ വൽ ഖബറ മിനൽ അംസിലത്ത്, ഉദാഹരണങ്ങളിൽ നിന്ന് മുബത്തദയെയും ഖബറിനെയും എന്ത് ചെയ്യുക, വേർതിരിച്ച് മനസ്സിലാക്കാൻ. ജുംല കൊടുത്തിട്ടുണ്ട് അല്ലേ, ജുംലാണ് വാക്യങ്ങൾ. അപ്പോൾ ജുംല എന്തെങ്കിലും ഒരു 2 ഇസ്മുകൾ കൂടിയിട്ടുണ്ട് ജുംല ഉണ്ടാകുക, 2 ഇസ്മുകൾ കൂടിയിട്ട്. ഓക്കെ, ഷാക്കിറും ദാരിസും ആ പാഠത്തിൽ പഠിച്ച ആ വാക്കുകൾ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഷാക്കിർ ദാരിസും പഠിക്കുന്നവനാണ്. അപ്പോൾ ഇതിലേതാ മുബത്തദ, ഉദാഹരണം കൊടുത്ത ഷാക്കിർ എന്നുള്ളതാണ് മുബത്തദ, ദാരിസ് എന്നുള്ളതാണ് ഖബർ. മുബത്തദ എന്താണെന്ന് പാഠത്തിനും പഠിച്ചിട്ടുണ്ടായിരുന്നത്, തുടക്കത്തിലുണ്ടാകുന്ന ഇസ്മിയ ജുംലയുടെ തുടക്കത്തിലുണ്ടാകുന്ന റഫ് ചെയ്യപ്പെട്ടതായ ഇസ്മിനിക്കാണ് മുബത്തദ. അപ്പോൾ ഇതാണ് ആദ്യത്തിലുള്ളത്. അപ്പോൾ ഇതാണ് മുബത്തദ. പിന്നെ അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, മുബത്തദൻ്റെ കുളത്തിൽ എഴുതി ദാരിസുൻ എന്നുള്ളതാണ് ഇവിടെ ഖബർ. ഖബർ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു, മുബത്തദയെ തൊട്ട് വിവരം പറയുന്നതിനേക്കാണ് ഇത് ഖബർ എന്ന് പറയുക. അതും റഫ്, അതിൻ്റെ ഇറാബും റഫ് ആയിരിക്കും. അപ്പോൾ ആ ഖബറിനെ എന്ത് ചെയ്തു, ഖബറിൻ്റെ കുളത്തിൽ എഴുതി. ഈ താഴെ നോക്കൂ, അൽ ബഹ്റു ഹായിജുൻ, കടൽ ഇളകി മറിയുന്നതാണ്. അപ്പോൾ ഇവിടെ മുബത്തദ അൽ ബഹ്റു എന്നുള്ളതാണ്, ഹായിജുൻ എന്നുള്ളതാണ് ഇവിടെ ഖബർ അല്ലേ. മുബത്തദയെ തൊട്ട് വിവരം വാർത്ത പറയല്ലേ, വിവരം പറഞ്ഞാണ്. അപ്പോൾ എന്താണ് മുബത്തദ എന്നത് ഇവിടെ പറഞ്ഞു. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, മുബത്തദനെ അൽ ബഹ്റു എന്നതിന് ഇവിടെ ഹായിജുൻ എന്ന് എഴുതുക. അശ്ശുർത്തിയു മുറാഖിബുൻ, അശ്ശുർത്തിയു പോലീസുകാരൻ, മുറാഖിബുൻ നിരീക്ഷിക്കുന്നവനാണ്. അപ്പോൾ ഇവിടെ മുബത്തദ ഷുർത്തിയാണ്, തുടക്കത്തിൽ ഈ ഇസ്മാണുള്ളത് അല്ലേ. ഈ ഇസ്മിയ ജുംലയുടെ ആദ്യത്തിൽ എന്നുള്ളത് ഷുർത്തിയിൽ നിന്നുള്ള ഇസ്മാണ്. അപ്പോൾ അതാണ് ഇവിടെ മുബത്തദ. ഖബർ ഏതാണ്, മുറാഖിബ് എന്നുള്ളതാണ്. ഖബർ എന്ന് പറഞ്ഞാൽ മുബത്തദയെ തൊട്ട് വിവരം പറയുക. അപ്പോൾ ഇവിടെ ഷുർത്തിയെ സംബന്ധിച്ചത് ആ ഷുർത്തി പോലീസുകാരൻ മുറാഖിബാണെന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് ഇവിടെ ഖബർ. ഇപ്പോൾ ഇവിടെ എന്തിനാണ് മുറാഖിബിന് ഇതിന് ഇവിടെ ആ ഷുർത്തി എന്നും എഴുതി കൊടുക്കുക. ഷമീലത്ത് ഉഖ്തുൻ, ഷമീല സഹോദരിയാണ്. ഷമീല എന്നുള്ളത് മുബത്തദ, ഉഖ്തുൻ എന്നുള്ളത് ഖബർ. അപ്പോൾ ഷമീല ഇവിടെ എഴുതണം, ഉഖ്തു എന്ന് ഇവിടെയും എഴുതി കൊടുക്കുക. അസഫീനത്തു കപ്പൽ, ജാരിയത്തുൻ ഒഴുകുന്നതാണ്. അപ്പോൾ സഫീനത്തു എന്നുള്ളതാണ് മുബത്തദ, അത് ഇവിടെ എഴുതി കൊടുക്കുക. ജാരിയത്ത് എന്നുള്ള ഖബർ. ഈ രണ്ടാമത്തെ പ്രവർത്തനം എല്ലാവരും നോക്കൂ. നജ്അലു കുല്ല ഇസ്മിൻ മിനൽ അസ്മാഇൽ ആതിയത്തി മുബത്തദഅൻ, ഈ താഴെ കൊടുത്തിട്ടുള്ള ഇസ്മുകളിൽ നിന്നുള്ള ഓരോ ഇസ്മിനെയും നമ്മൾ എന്ത് ചെയ്യണം, മുബത്തദയാക്കുക. വ നുഖ്ബിറു അൻഹു, അതിനെ സംബന്ധിച്ച് നമ്മൾ പറയണം. ബി ഖബറിൻ മുനാസിബിൻ, യോജിച്ച ഖബർ കൊടുത്തതിനെ കുറിച്ച് നമ്മൾ പറയും വേണം, എഴുതി കൊടുക്കണം. അപ്പോൾ ഇസ്മിയ ജുംല ഉണ്ടാക്കാനാണ് ഇതിലുള്ളത്. ഒരു ഇസ്മിയ ജുംല ഉണ്ടാക്കണം. അപ്പോൾ മുബത്തദനെ എന്തായിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ ഇവിടെ എന്ത് ഒരു ഉദാഹരണത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്, അൽ ഇൽമു. അപ്പോൾ എൽമിനെ സംബന്ധിച്ച് എന്ത് പറഞ്ഞു, നൂറുൻ, അത് പ്രകാശമാണെന്നാണ്. അപ്പോൾ എൽമിനെ എന്ത് മുബത്തദയാക്കി, നൂറുൻ എന്നതെന്തായി ഖബറു അല്ലേ പറഞ്ഞു. ഇനി ഇതുപോലെ ബാക്കിയും നമ്മൾ എന്ത് ചെയ്യാം അൽ ബൈത്തു. ബൈത്ത് എന്ന് പറഞ്ഞാൽ എന്താ, വീട് എന്ന്. അൽ ബൈത്തു, വീടിനെ സംബന്ധിച്ച് നമുക്ക് എന്ത് പറയാം, അതെ വീട് നല്ല ഭംഗിയുള്ളതാണ് പറയാം അല്ലേ. അപ്പോൾ എന്ത് എഴുതിക്കോളും, ഭംഗിയുള്ളത് എനിക്ക് എന്ത് പറയാം, ജമീലുൻ എന്ന് പറയാം. അൽ ബൈത്തു ജമീലുൻ, വീട് ഭംഗിയുള്ളതാണ് ഇവിടെ എഴുതി കൊടുക്കുക. അപ്പോൾ മുബത്തദ ഏതായിരിക്കും, ബൈത്തു എന്നതായിരിക്കും. ജമീലുൻ എന്നുള്ളതാണ് ഖബർ അല്ലേ. ആ മുബത്തദനെ കുറിച്ച്, വീടിനെ കുറിച്ച് അല്ലേ നമ്മൾ വിവരം പറഞ്ഞത്. അപ്പോൾ ഭംഗിയുള്ളതാണ് എന്ന് പറഞ്ഞു, സംബന്ധിച്ച് പറഞ്ഞു. അപ്പോൾ ആ ബൈത്തുൻ ജമീലുൻ എന്നുള്ളതാണ് ഖബർ. ഈ മൂന്നാമത്തെ നോക്കുക അൽ മസ്ജിദു, പള്ളി. അപ്പോൾ പള്ളിയെ സംബന്ധിച്ച് നമുക്ക് എന്ത് പറയാം, ആ പള്ളി നല്ല വലുതാണെന്നാണ് അല്ലേ. പള്ളി വലുതാണ്. വലുത് എന്നതിന് എന്താ അറബിയിൽ പറയാം, കബീറുൻ എന്നാണ് അല്ലേ. അപ്പോൾ അൽ മസ്ജിദു കബീറുൻ എന്നിവിടെ എഴുതി കൊടുക്കുക.
അപ്പോൾ പള്ളി വലുതാണ്. അപ്പം മുബത്തദ ഏതായിരിക്കും? മസ്ജിദു എന്നുള്ളതായിരിക്കും, കബീറു എന്നുള്ളതായിരിക്കും ഖബർ. ഇനി നാലാമത്തെ നോക്കൂ, അൽ മദ്രസത്തു. അപ്പോൾ ഇതിനെങ്ങനെ ജുംല ഇസ്മിയ ജുംലയാക്കും? അതെ, മദ്രസയെ കുറിച്ച് നമുക്ക് എന്ത് പറയാം? പുതിയതാണ് എന്ന് പറയാമല്ലോ അല്ലേ. അപ്പോൾ അൽ മദ്രസത്തു ജദീദത്തുൻ, മദ്രസ പുതിയതാണ്. ആ മദ്രസ എന്നുള്ളതാണ് ഇവിടെ മുബത്തദ. ജദീദത്ത്. മൂന്നാമത്തെ പ്രവർത്തനം നോക്കി, നജഅലു കുല്ല ഇസ്മിൻ മിനൽ അസ്മാഇൽ ആതിയത്തി ഖബറൻ ലിമുബ്തദഇൻ യുനാസിബുഹു കമാ ഫിൽ മിസാൽ. ഉദാഹരണത്തിലുള്ളതുപോലെ ഇവിടെ 4 ഇസ്മുകളുണ്ട്, 1 2 അടുത്ത പേജിൽ 2 ഉണ്ട്. ഈ ഇസ്മുകൾ ഖബറായി ആണ് ഏറ്റവും ഉപയോഗിച്ചിട്ട് അതിനെ മുബത്തദായി കൊടുക്കുക. ഈ ഇസ്മുകൾക്ക് മുബത്തദാനെ പറയണം. ഉദാഹരണത്തിലുള്ളതുപോലെ ഉദാഹരണം നോക്കാം, റാഹിബൻ പോകുന്നവനാണ്. അപ്പോൾ അത് ഒരു മുബത്തദയെക്കുറിച്ച് പറയുന്നതാണല്ലോ, പോകുന്നവനാണ്. അപ്പോൾ ആരായിരിക്കും പോവുക? അതെ, ഇവിടെ അൽ അബു റാഹിബൻ, ഉപ്പ പോകുന്നവനാണ്. അപ്പോൾ ഉപ്പയാണ് ഇവിടെ മുബത്തദ. ആ ജുംല തുടങ്ങിയത് ഏത് ഇസ്മ കൊണ്ടാണ്? അബുൻ എന്ന ഇസ്മ കൊണ്ടാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ച് പറയും, ഉപ്പയെ കുറിച്ച് പറയുകയാണ് എന്ത്? ഉപ്പ പോകുന്നവനാണ്. അപ്പോൾ മുബത്തദയെക്കുറിച്ച് പറയുന്നതിന് ഖബർ എന്നാണ് പറയുന്നത്. അതുപോലെ ദഖീയത്തുൻ ബുദ്ധിമതിയാണ്. ബുദ്ധിമതി അത് മറ്റൊരാളെ കുറിച്ച് പറയുകയാണല്ലോ. അപ്പോൾ ഒരു മുബത്തദനെ കുറിച്ചിട്ടാണ് ഇവിടെ ദഖീയത്ത് എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്തായിരിക്കും മുബത്തദ? പലതും നമുക്ക് കൊടുക്കാം. ഇവിടെ ഉഖ്ത് ആയിക്കോട്ടെ, സഹോദരി ദഖീയത്തുൻ, അൽ ഉഖ്തു ദഖീയത്തുൻ, സഹോദരി ബുദ്ധിമതിയാണ്. ഇനി അടുത്ത പേജ് നോക്കി, രമത്തുൻ നിൽക്കുന്നവളാണ്. അപ്പോൾ ആരെ സംബന്ധിച്ചാണ് നിൽക്കുന്നവളാന്ന് പറയാം? ആരെ പറ്റിയിട്ടും നമുക്ക് പറയാം. നമുക്ക് ഉദാഹരണത്തിന് ചെയ്യാം, അൽ ഉമ്മു ഖായിമത്തുൻ, ഉമ്മ നിൽക്കുന്നവളാണ്. അപ്പോൾ ഉമ്മ ആണ് ഇവിടെ എന്ത്? മുബത്തദ. ഖായിമത്തുൻ എന്നുള്ളതാണ് ഖബർ. ഉമ്മയെക്കുറിച്ചാണല്ലോ പറഞ്ഞത് നിൽക്കുന്നവളാണെന്ന്. അപ്പോൾ ഉമ്മ മുബത്തദയെക്കുറിച്ച് പറയുന്നതിനേക്കാണ് ഖബർ എന്ന് നാം പഠിച്ചു. നാലാമത്തെ സഗീറുൻ, ചെറിയതാണ്, ചെറുതാണ്. അപ്പോൾ ഇത് എന്തിനെ സംബന്ധിച്ചാണ് ചെറുതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടാകുക? ഒരു മുബത്തദയെക്കുറിച്ചാണ് ഇത് പറഞ്ഞിട്ടുണ്ടാകുക. എന്തായിരിക്കും മുബത്തദ? പലതും നമുക്ക് എന്ത് ചെയ്യാം പറയാം. അൽ ബൈത്തു, നമുക്ക് എന്ത് ചെയ്യാം? വീട് ചെറുതാണ് അല്ലേ. അൽ ബൈത്തു സഗീറുൻ, വീട് ചെറുതാണ്. അപ്പോൾ അൽ ബൈത്തു എന്നുള്ളതാണ് മുബത്തദ, സഗീറുൻ എന്നുള്ളത് ഖബറും. മനസ്സിലായല്ലോ. ഇനി നാലാമത്തെ പ്രവർത്തനം നോക്കി, നുകവ്വിനു സലാസ ജുമലിൻ ബി ഇസ്തിഅമാൽ കലിമാത്തി ഫി മിന ദാഇറത്തി. ഈ വൃത്തത്തിൽ നിന്ന് ഇതിൽ കൊടുത്ത വാക്കുകൾ ഉപയോഗിച്ച് 3 ജുംലകൾ, പദങ്ങൾ ഉണ്ടാക്കണം, ഇസ്മിയായ ജുംലകൾ ഉണ്ടാക്കണം. എന്തൊക്കെ പദങ്ങളാണ് ഇതിലേക്ക് കൊടുത്തിട്ടുള്ളത്? ഏതൊക്കെ? അൽ ജദ്ദു, ജദ്ദ് എന്ന് പറഞ്ഞാൽ വല്ലിപ്പ എന്നാണ്, ജദ്ദ് വല്ലിപ്പ. രണ്ടാമത്തെ എന്താ? ജാലിസുന്ന, ഇരിക്കുന്നവനാണ്. പിന്നെ അടുത്ത പദം എന്താ? അൽ ഫാക്കിഹത്തു അല്ലെ, പഴം. പിന്നെ അൽ ഹദീഖത്ത്, തോട്ടം. ലദീദത്ത് എന്ന് പറഞ്ഞാൽ രുചികരമായത് അല്ലേ. ജമീലത്തു എന്ന് പറഞ്ഞാൽ ഭംഗിയുള്ളത്. അപ്പോൾ ഈ 6 വാക്കുകൾ ഉപയോഗിച്ച് 3 ജുംലകൾ ഉണ്ടായിരിക്കും. ജുംല ആകണമെങ്കിൽ എന്ത് വേണം? 2 ഇസ്മുകൾ വേണം. ഒരു മുബത്തല്ലേ, ഒരു ഇസ്മ എന്തായിരിക്കും? മുബത്തദായിരിക്കും, മറ്റേത് ഖബറായിരിക്കും. അപ്പോൾ ഒരു മുബത്തദയും ഖബറും ആക്കിയിട്ട് എന്തായിരിക്കും? ജുംല ഉണ്ടാക്കണം. ഒന്നാമത്തെ നമുക്ക് ജദ്ദ് എടുക്കല്ലേ, ജദ്ദ് എന്നാണ് വല്ലിപ്പ. വല്ലിപ്പയെക്കുറിച്ച് നമുക്ക് എന്ത് പറയാം? ജാലിസുൻ എന്ന് പറയാം അല്ലേ, ഇരിക്കുന്നവനാണ്. അപ്പോൾ ജദ്ദ് എന്നുള്ളത് മുബത്തദ, ജാലിസുൻ എന്നുള്ളത് ഖബർ. മുബത്തദയെ തൊട്ട് പറയപ്പെടുന്നതിനേക്കാണ് ഖബർ എന്ന് പറഞ്ഞു. അത് എന്ത് ഇപ്പം ഇവിടെ എഴുതി കൊടുക്കാം, അൽ ജദ്ദു ജാലിസുൻ എന്നിവിടെ എഴുതി കൊടുക്കുക. രണ്ടാമത്തെ ജുംല നമുക്ക് ഉണ്ടാക്കാം, എന്താ? ഫാക്കിഹത്ത് ആയിക്കോട്ടെ. ഫാക്കിഹത്തിന് പഴം എന്ന് പറഞ്ഞില്ലേ. പഴത്തിനെ സംബന്ധിച്ച് നമുക്ക് എന്തൊക്കെ പറയാം? പഴം ലദീദത്ത് അല്ലേ, രുചികരമായതാണ്, നല്ല ടേസ്റ്റ് ഉള്ളതാണ് പഴം അല്ലേ, നല്ല രുചിയുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്ത് കൊടുക്കും? അൽ ഫാക്കിഹത്തു ലദീദത്തുൻ, പഴം. അപ്പോൾ ഫാക്കിഹത്ത് എന്നുള്ളതാണ് മുബത്തദ. ആ മുബത്തദയെ സംബന്ധിച്ചാണല്ലോ എന്ത് നല്ല രുചികരമായതാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ലദീദത്ത് എന്നുള്ളത് ഖബർ. ഇനി മൂന്നാമൊരു ജുംല എന്താക്കും? അൽ ഹദീഖത്തു അല്ലേ, തോട്ടം. തോട്ടത്തിനെ സംബന്ധിച്ച് എന്ത് നമുക്ക് പറയാം? ജമീലത്തുൻ, ഭംഗിയുള്ളതാണെന്ന് പറയും അല്ലേ, തോട്ടം ഭംഗിയുള്ളതാണ്. അപ്പോൾ അൽ ഹദീഖത്തു ജമീലത്തുൻ ഇവിടെ എഴുതി കൊടുക്കുക. അപ്പോൾ ഹദീഖത്ത് എന്നുള്ളതാണ് മുബത്തദ, ജമീലത്തുൻ എന്നുള്ളതാണ് ഖബർ. മനസ്സിലായോ? ഇനി അഞ്ചാമത്തെ പ്രവർത്തനം എല്ലാവരും ശ്രദ്ധിക്കുക. എന്താ അഞ്ചാമത്തെ? നുലാഹിദു അൽ മുഫ്രദ വൽ ജംഅ. മുഫ്രദും ജംഅനെയും ശ്രദ്ധിക്കുക. മുഫ്രദ് എന്ന് പറഞ്ഞാൽ ഏകവചനം, ജംഅ എന്ന് പറഞ്ഞാൽ ബഹുവചനം. നാം പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ, സുവാർ പഠിച്ചിട്ടുണ്ട്, തുജാർ പഠിച്ചിട്ടുണ്ട്, ദലാഇൽ എന്നും 3 വാക്കുകളാണ് പാഠത്തിൽ. ഈ 3 വാക്കും പാഠത്തിൽ വന്നതാണ്. അപ്പോൾ എന്താ? സായിർ എന്ന് പറഞ്ഞാൽ സന്ദർശകൻ, അതിൻ്റെ ബഹുവചനമാണ് സുവാർ, സന്ദർശകർ എന്നാണ്. താജിർ കച്ചവടക്കാരൻ, അതിൻ്റെ ബഹുവചനമാണ് ജംആണ് തുജാർ, കച്ചവടക്കാർ. പിന്നെ മൂന്നാമത്തെ ദലീൽ എന്ന തെളിവ്, അതിൻ്റെ ബഹുവചനം ദലാഇൽ, തെളിവുകൾ എന്നൊക്കെ. ആറാമത്തെ പ്രവർത്തനം എന്താ? നുഅരിബൂന, അറബിയാക്കാൻ. ഇവിടെ മലയാളം കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ അറബി നമുക്ക് എന്ത് ചെയ്യണം? എഴുതാം. പുസ്തകം പുതിയതാണെന്ന് മലയാളത്തിൽ കൊടുത്തു. അതിൻ്റെ പുസ്തകം എന്നതിൻ്റെ അറബി നാം പഠിച്ചിട്ടുണ്ട്. എന്താ? കിതാബ് എന്നാണ് പുസ്തകത്തിന് പറയല്ലേ. പിന്നെ പുതിയതാണ് എന്നതിന് അതും നാം പഠിച്ചിട്ടുണ്ട്. എന്തുവാ? ജദീദുൻ എന്നാണ് അതിൻ്റെ അറബി. അപ്പോൾ എങ്ങനെ അത് രണ്ടും കൂടി കൂടി അൽ കിതാബു ജദീദുൻ, അൽ കിതാബു ജദീദ്. കിതാബ എന്ന് പറയില്ല, മുബത്തദയാണ്. മുബത്തദക്ക് എപ്പോഴും എന്തായിരിക്കും? റഫ് ആയിരിക്കും അല്ലേ. അപ്പോൾ അൽ കിതാബു ബാനിക്ക് ലൊമ്മായിക്കൊണ്ടെന്ന് എന്ത് ചെയ്യണം?
എഴുതണം. അൽ കിതാബു ജദീദുൻ. ഖബറിനൊക്കെ എന്തായിരിക്കും? റഫ് ആണ്. അപ്പോൾ ജദീദുൻ ദാലിനക്ക് ലൊമ്മനെ കൊടുക്കണം. അൽ കിതാബു ജദീദുൻ. ഇനി പെൺകുട്ടി വായിക്കുന്നവളാണ്. പെൺകുട്ടി വായിക്കുന്നവളാണ്. പെൺകുട്ടിക്ക് നാം പഠിച്ചിട്ടുണ്ടല്ലോ, എന്താ പെൺകുട്ടിക്ക് അറബിയിൽ പറയുക? അൽ ബിന്ത് അല്ലേ, ബിന്തുൻ എന്നാണ് പറയുക. വായിക്കുന്നവൾ, വായിക്കുന്നവൾ എന്നതിനക്ക് എന്ത് പറയും? ഖാരി അത്തുൻ എന്ന് പറയും അല്ലേ. പെൺകുട്ടി ആയതുകൊണ്ടാണ് ഖാരി അത്തുൻ എന്ന് പറഞ്ഞില്ലേ, താ കൊടുത്ത് പറഞ്ഞത്. അപ്പോൾ പെൺകുട്ടി, അപ്പോൾ അൽ ബിന്തു ഖാരി അത്തുൻ, പെൺകുട്ടി വായിക്കുന്നവളാണ്. ഇനി അടുത്ത പേജ് എല്ലാവരും നോക്കി. ഏഴാമത്തെ പ്രവർത്തനം എന്താ? നക്ഷിഫു അൽ മുബ്തദ വൽ ഖബറ മിനൽ ആയാത്തി താലിയത്തി വനക്തുബുഹുമാ ഫിൽ ഖാനത്ത് അല്ലേ. താഴെ കൊടുത്ത ആയത്തുകൾ ഓതിയിട്ട് അതിൽ നിന്ന് മുബ്തദയെയും ഖബറിനെയും ഇവിടെ എഴുതി കൊടുക്കാനാണ്. അള്ളാഹു സ്വമദ് ഒന്നാമത്തെ ആയത്ത്. അള്ളാഹു സ്വമദ്, ഇതിൽ മുബ്തദ ഏതാണ്? അതെ, അള്ളാഹ് എന്നുള്ളതാണ്, അതാണല്ലോ ആദ്യം വന്നത്. മുബ്തദ എപ്പോഴും ആദ്യമായിരിക്കും ഉണ്ടാകുക. പിന്നെ ഖബറാണ് സ്വമദ്. ഇപ്പോൾ ഇവിടെ അള്ളാഹു എന്ന് എഴുതണം, ഖബറിൻ്റെ പദത്തിൽ സ്വമദ് എന്ന് എഴുതാം. ഇനി വൽ ആഖിറത്തു ഖൈറുൻ വഅബ്ഖാ, അതിൻ്റെ അർത്ഥം എന്താ? അപ്പോൾ വൽ ആഖിറത്തു ഖൈറുൻ വഅബ്ഖാ, ആഖിറം പരലോകം, ഖൈറുൻ വഅബ്ഖാ അല്ലേ, അതാണ് ഏറ്റവും ഖൈറും എന്നും ശേഷിക്കുന്നതും പരലോകമാണ്. അപ്പോൾ ഇവിടെ മുമ്പത്തെ ഏതാ? ആഖിറത്ത് എന്നുള്ളതല്ലേ, അതാണ് ആദ്യം വന്നത്. ഓക്കെ, ഖബർ അല്ലതിൽ, അതെ ഖൈറുൻ എന്നുള്ളതാണ് ഇവിടെ ഖബർ. അതിൻ്റെ ഇഅ്റാബ് എന്താ? റഫ് ആണല്ലോ, റഫ് എനിക്ക് ലമ്മായിരിക്കും, റഫിൻ്റെ അടയാളം ലമ്മാണ്. ഇനി അല്ലാഹു നൂറു സമാവാതി വൽ അർദ്, അല്ലാഹു നൂറ്, അല്ലാഹു ആകാശഭൂമികളുടെ പ്രകാശമാണ്. അപ്പോൾ ഇത് മുബത്തദ ഏതാണ് ഇതിൽ? അല്ലാഹു എന്നുള്ളത്, അതാണ് ആദ്യം വന്നത്. അതിൻ്റെ ഇഅ്റാബ് എന്താ? റഫ് ആണ്. ഇപ്പോൾ നൂറ് എന്നുള്ളതാണ് ഖബർ, അതാണ് മുബത്തദയെ തൊട്ട് മുബത്തദയെ സംബന്ധിച്ച് പറയുന്നതിനേക്കാണല്ലോ ഖബർ എന്ന് പറയുക. അതിൻ്റെ ഇഅ്റാബ് റഫ് ആണ്. അപ്പോൾ നൂറു അല്ലേ, അപ്പോൾ ഇവിടെ അല്ലാഹു എന്ന് എഴുതണം, ഇവിടെ നൂറു എന്നും എഴുതണം. അപ്പോൾ ആകെ ഈ പാഠത്തിൽ പറഞ്ഞിട്ടുള്ള എന്താ? മുബത്തദ, ഖബർ, അതിൻ്റെ ഇഅ്റാബുകൾ. മുബത്തദ എന്ന് പറഞ്ഞാൽ ഒരു ഇസ്മിയ ജുംലയുടെ ആദ്യത്തിൽ വരുന്നതായിരിക്കാണ് മുബത്തദ, റഫ് ചെയ്യപ്പെട്ടതായ ഇസ്മാണ് മുബത്തദ എന്ന് പറഞ്ഞാൽ. ഖബർ എന്ന് പറഞ്ഞാൽ ആ മുബത്തദയെ സംബന്ധിച്ച് പറയുന്നതിനാണ് ഖബർ എന്ന് പറയാം. രണ്ടിനും ഇഅ്റാബ് റഫ് ആയിരിക്കും. റഫിൻ്റെ അടയാളം എന്താ? ലൊമ്മത്താണ്. അപ്പോൾ അവസാനത്തെ അക്ഷരത്തിലേക്ക് ലൊമ്മ കൊടുക്കണം. ഇനി താഴെ അൽ മുഅ്ജമു എന്നുണ്ട് അല്ലേ. ഈ പാഠത്തിലുള്ള പ്രധാനപ്പെട്ട വാക്കുകളുടെ അർത്ഥങ്ങളാണ്. ഇതെല്ലാവരും എന്ത് ചെയ്യുക? വായിച്ച് പഠിക്കുക. പരീക്ഷയിൽ ഇതിൽ നിന്നൊക്കെ എന്താവും? ചോദ്യങ്ങളുണ്ടാകും. ഇൻഷാ അല്ലാഹ് അടുത്ത പാഠം മറ്റൊരു വീഡിയോയിൽ പറയുന്നതാണ്.